ചേട്ടാ, നമ്മളുടെ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് നമ്മുടെ രാജവംശങ്ങളൊക്കെയായി ഇവിടെ സംസ്ഥാന സർക്കാരും രാജകുടുംബങ്ങളും തമ്മിൽ ചില കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവിതാംകൂർ രാജവംശവുമായി ഉണ്ടാക്കിയ പല കരാറുകളും നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മറ്റ് പല ആചാരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ഉണ്ടാക്കിയ ചില കരാറുകളിൽപ്പെട്ടതാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ചില ആചാരങ്ങളിൽ അതിൽ ഒരു പൊതുവായ ചില ആ, ആചാരപരമായ ചില കൂട്ടിച്ചേരുകൾ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടത്തേണ്ട ഈ ഗാർഡ് ഓഫ് ഓണർ പോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഇപ്പോൾ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുന്നതായിട്ടാണ് സൂചനകൾ ഉണ്ടാകുന്നത്. ആദ്യം ഇതിന്റെ ചരിത്രം എന്താണ്? എന്തുകൊണ്ട് സർക്കാർ ഇപ്പോൾ ഇങ്ങനെ പെരുമാറുന്നു? ഇപ്പോ ശ്രീവരാഹം ക്ഷേത്രത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്ത എല്ലാ വർഷവും കിട്ടാറുള്ള ആ ഗാർഡ് ഓഫ് ഓണറിന് വേണ്ടി കത്ത് കൊടുത്തപ്പോഴാണ് ക്ഷേത്രാധികാരികൾക്ക് ഇതിൻ്റെ ഒരു മറുപടി ഗവൺമെന്റിൽ നിന്നും ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ കയ്യിൽ നിന്നും കിട്ടിയത്. ഇതിന്റെ ചരിത്രം വാസ്തവത്തിൽ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിന് മുമ്പ് നാട്ടുരാജ്യങ്ങൾ ഭാരതത്തിൽ ലയിക്കുന്ന സമയത്ത് അന്നത്തെ സർദാർ പട്ടേലും അല്ലെങ്കിൽ അന്നത്തെ കേന്ദ്ര സർക്കാരും കേന്ദ്ര നേതാക്കന്മാരും തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഒരു കവനന്റ് എന്ന് പറയാം. ആ കവനന്റാണ് നമ്മുടെ ദേവന്റെ, കാരണം തൃപ്പടിദാനത്തിലൂടെ ഭഗവാന്റെ സ്വത്തായി മാറിയതാണല്ലോ തിരുവിതാംകൂർ നാട് എന്ന് പറയുന്നത്. തിരുവിതാംകൂറും കൊച്ചിയും ഒക്കെ അങ്ങനെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുമ്പോൾ ഈ ഭഗവാന്റെ അസ്തിത്വം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കരാറിൽ ഏർപ്പെട്ടത്. ഇപ്പോൾ അത് തിരുത്താൻ നമ്മുടെ വിശ്വനാഥ് സിൻഹ എന്ന IAS കാരൻ നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയാണ് ഈ ഒരു കുറിപ്പ് തയ്യാറാക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. വിശ്വനാഥ് സിൻഹയ്ക്ക് അറിയില്ല, ഒരു VP മേനോനെ കുറിച്ച് അറിയുമെന്ന് എനിക്കറിയത്തില്ല. ഈ മസൂറിയിലെ ട്രെയിനിങ് കോളേജിലൊക്കെ പഠിച്ച ആ തലയെടുപ്പും ഒന്നുമില്ലാത്ത സാധാരണ 10ാം ക്ലാസ്സും ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനായി മാറിയ VP മേനോൻ എന്ന മലയാളിയെക്കുറിച്ച്, അദ്ദേഹമാണ് ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന സർദാർ പട്ടേലിന്റെ വലങ്കയായി പ്രവർത്തിച്ചത്. അവരെല്ലാം കൂടി ചേർന്ന് എഴുതി തയ്യാറാക്കിയ കവനന്റാണ്. ഈ കൊട്ടാരത്തിൽ അവശേഷിച്ച രാജാക്കന്മാർക്ക് നൽകിയിരുന്ന ചില ആനുകൂല്യങ്ങളുണ്ടായിരുന്നു. ആനുകൂല്യങ്ങൾ നിർത്തലാക്കാൻ ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അവർക്ക് പ്രിവി പേഴ്സ് നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവന്നു. അതുപോലെ പാർലമെന്റിൽ നിയമം പാസ്സാക്കിയിട്ടാണ്. പാർലമെന്റിൽ ഈ കവനന്റിന്റെ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് പുതിയ നിയമം ഉണ്ടാക്കിയതിനു ശേഷമാണ് തിരുവിതാംകൂറിലെയും അല്ലെങ്കിൽ ഭാരതത്തിലെ മറ്റ് നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് കൊടുത്തിരുന്ന പ്രിവ്യൂ പേഴ്സ് എന്ന ആ ആനുകൂല്യങ്ങൾ നിർത്തലാക്കാനുള്ള നിയമം കൊണ്ടുവന്നത്. അതൊന്നും അറിഞ്ഞുകൂടാതെയാണോ ഈ വിശ്വനാഥ് സിൻഹ എന്ന ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി കുറിപ്പ് തയ്യാറാക്കിയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ തലയ്ക്കകത്ത് ആള് താമസം വേണം, ഇല്ലെങ്കിൽ വിവരം വേണം. കേരളത്തില് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, തിരുവല്ലം, ശ്രീവരാഹം, വെള്ളായണി, അതുപോലെ കൊച്ചിയിലെ പൂർണ്ണത്രയീശ്വര ക്ഷേത്രം, കൊച്ചിൻ ശിവക്ഷേത്രം, ഇങ്ങനെയുള്ള 10ഓ 16ഓ ക്ഷേത്രങ്ങളിലാണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഗാർഡ് ഓഫ് ഓണറും ഒക്കെ കൊടുത്ത് അതിൻ്റെ ആ പരമ്പരാഗതമായ ശൈലി നിലനിർത്താൻ വേണ്ടി ഏർപ്പാടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ച് ആറാട്ട് നടക്കുമ്പോൾ പോലീസ് ബാൻഡ്, പോലീസിന്റെ അകമ്പടി ഒക്കെ കൊടുക്കാറ്, കുതിരപ്പട്ടാളത്തിന്റെ അകമ്പടി. അത് എത്രയോ കാലങ്ങളായി നടക്കുന്നു. അതുപോലെ തന്നെ പൂജാ വിഗ്രഹങ്ങൾ പത്മനാഭപുരം പാലസിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അവിടെ മുതൽ തമിഴ്നാട് സർക്കാരിന്റെ ആദരവുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തിരുവിതാംകൂറിന്റെ കേരള ഗവൺമെന്റിന്റെ പോലീസും അവരെ അകമ്പടി സേവിച്ച് അവരുടെ ആദരവുകൾ നൽകിക്കൊണ്ടാണ് കൊണ്ടുവരിക. അത് കേരളത്തിന് വളരെ പ്രാചീനമായ ഒരു സംസ്കൃതി, നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടം മുതലേ ഉള്ള പരമ്പരാഗതമായ ആചാരമാണ്. അതിന് എങ്ങനെയാണ് അത് പിന്നെ കവനന്റായി നിയമനിർമ്മാണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ശ്രദ്ധ. ഇത് വാക്കാൽ പറഞ്ഞൊരു ആചാരമല്ല, നിയമമാണ്. കവനന്റ് എന്ന് പറയുന്നത് നിയമമാണ്. ആ നിയമം ഭേദഗതി ചെയ്യണമെങ്കിൽ, ഇല്ലാതാക്കണമെങ്കിൽ പാർലമെന്റിന് മാത്രമേ സാധിക്കൂ, സംസ്ഥാനത്തിന് പോലും ചെയ്യാൻ സാധിക്കില്ല. അപ്പം പാർലമെന്റ് നിയമം പാസ്സാക്കിയാൽ മാത്രമേ ഇന്ത്യൻ യൂണിയൻ ആയിട്ട് നാട്ടുരാജാക്കന്മാരുണ്ടാക്കിയിട്ടുള്ള ഒരു നിയമത്തെ പിന്നെ ഒഴിവാക്കിക്കൊണ്ട്. പിന്നെ എന്തുകൊണ്ട്
ഇങ്ങനെയൊക്കെ ഇത് ലംഘിക്കപ്പെടുന്നു? അതിലല്ല രാഷ്ട്രീയ സ്വാധീനം എത്രത്തോളം ഉണ്ട്? അല്ല, ഏകപക്ഷീയമായിട്ടുള്ള ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങളുടെ മുഖമുദ്രയാണിട്ട് വേണം ഇതിനെ കാണാൻ. എന്തുകൊണ്ട് ക്രൈസ്തവ ആചാരങ്ങളിലോ അല്ലെങ്കിൽ ഇസ്ലാമിക ആചാരങ്ങളിലോ ഇതുപോലെ ഗവൺമെന്റ് ഇടപെടുന്നില്ല? ഹൈന്ദവ ആചാരങ്ങളിലും ക്ഷേത്രങ്ങളിലും മാത്രമല്ലേ കൂടെ ഗവൺമെന്റ് ഇത്തരം ഏർപ്പാടുകൾ ഉണ്ടാക്കുന്നുള്ളൂ. അനാവശ്യമായ വിവാദങ്ങളിൽ പെടുത്തി ക്ഷേത്രാരാധനയും ക്ഷേത്രവിശ്വാസങ്ങളെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ഷേത്രവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭക്തന്മാരെയും മനസ്സിനെ വേദനിപ്പിച്ച് അവരെ ഇതിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച്, കാരണം കേരളത്തിലെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഹിന്ദു വിശ്വാസികളാണല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്പം സ്വല്പം വിശ്വാസം നിലനിൽക്കുന്നതാണ് അവർക്ക് ഇന്ന് പലപ്പോഴും കടന്നു കയറാൻ പറ്റാത്ത ചില തുരുത്തുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ആ തുരുത്തുകളെ മാറ്റിയിട്ട് ഇന്ന് എല്ലാ മേഖലയിലേക്കും സാർവത്രികമായി രാഷ്ട്രീയമായ കടന്നുകയറ്റം വേണമെങ്കിൽ ഈ ഹിന്ദു വ്യവസ്ഥയെ അല്ലെങ്കിൽ ആ ഒരു സാംസ്കാരിക വ്യവസ്ഥയെ പൊളിച്ചു കളയേണ്ട ആവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്, രാഷ്ട്രീയക്കാർക്കുണ്ട്, അതിൽ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ടാണ് എല്ലാ ദിവസങ്ങളിലും അനാവശ്യമായ ഓരോരോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. മറ്റെല്ലാ മതങ്ങളുടെയും ആരാധനാ സ്ഥലങ്ങൾ സുഗമമായിട്ടും സുരക്ഷിതമായും ജീവിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കാണ് ശബരിമലയിൽ തന്നെ ഇരട്ടത്തപ്പാണ് കാണുന്നത്. ശബരിമല 18-ാം പടിയുടെ വലതുഭാഗത്ത് കാണുന്ന കടുത്ത സ്വാമിയും അതുപോലെ വാവര് സ്വാമിയും. കടുത്ത സ്വാമിയുടെ നടയിൽ വരുന്ന പണം ദേവസ്വം ബോർഡ് എടുക്കുന്നു. വാവര് നടയിൽ വരുന്ന പണം എടുക്കുന്നത് 10-15 കുടുംബങ്ങളാണ്. അവിടെ വരുന്ന കോടിക്കണക്കിന് രൂപ എങ്ങോട്ട് പോകുന്നു എന്നോ അത് എത്ര രൂപയാണ് വരുന്നതെന്ന് ഒരു കണക്കുമില്ല. അതേസമയം കടുത്ത സ്വാമിയുടെ മുമ്പിൽ വരുന്ന ചില്ലി പൈസ അവരെ എണ്ണിപ്പെറുക്കി ഇത്ര കോടി വന്നിട്ടുണ്ട്, ശബരിമലയിൽ ഇത്ര ദിവസം കൊണ്ട് ഇത്ര കോടി വരുമാനം വന്നിട്ടുണ്ട്, അരവണ വിറ്റ് ഇത്ര കോടി വരുമാനം വന്നിട്ടുണ്ട്, അപ്പം വിറ്റ് ഇത്ര കോടി വരുമാനം വന്നിട്ടുണ്ട്, നടവരവ് ഇത്ര കോടി വരുമാനം വന്നിട്ടുണ്ട് എന്ന് പത്രങ്ങളിലൂടെ പരസ്യം ചെയ്യുന്ന ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് വാവര് സ്വാമിയുടെ നടയിൽ വരുന്ന പണം ഇത്രയാണ് എന്ന് പറയുന്നില്ല? അപ്പൊ അവിടെ തന്നെ ഇരട്ടത്താപ്പല്ലേ? അപ്പൊ ഒരേ സ്ഥലത്ത് ഒരേ സന്നിധാനത്ത് ഒരു ക്യാമറയുടെ മുമ്പിൽ രണ്ട് വശങ്ങളിലായി കാണുന്ന രണ്ട് സന്നിധാനങ്ങളെ ഈ ഇരട്ടത്താപ്പിൽ നിർത്തുമ്പോൾ ഹിന്ദു സംവിധാനങ്ങളെ ഹിന്ദു സംസ്കാരങ്ങളെ തകർക്കാനുള്ള ഗൂഢശ്രമമായിട്ട് വേണം ഇതിനെ കാണാൻ. പക്ഷെ ഇവിടെ അത് നിയമപരമായിട്ട് നിലനിൽക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് വിശ്വനാഥ് സിൻഹയുടെ ഈ തിട്ടൂരം ഇറങ്ങിയതിനു ശേഷം നടന്ന അൽപ്പശി ഉത്സവത്തിനും ഇപ്പൊ ഏറ്റവും അവസാനം നടന്ന അൽപ്പശി ഉത്സവത്തിനും ഗവൺമെന്റ് പോലീസിന്റെ ബാൻഡും അതുപോലെ തന്നെ പോലീസ് കുതിരപ്പട്ടാളത്തിന്റെ അകമ്പടിയും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് കാണേണ്ടത്. അങ്ങനെ ഏകപക്ഷീയമായിട്ട് ഇത് കേരള ഗവൺമെന്റ് തീരുമാനിക്കാൻ പറ്റിയതല്ല. കാരണം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ യൂണിയനുമായി നാട്ടുരാജ്യങ്ങൾ ഉണ്ടാക്കിയ കവനന്റാണ്. ആ കവനന്റിനെ നമുക്ക് ഇനി ഇല്ലാതാക്കണമെങ്കിൽ ഭേദഗതി ചെയ്യണമെങ്കിൽ രാജകുടുംബത്തിൽ പ്രതിഷേധമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുവിതാംകൂർ രാജകുടുംബം എത്ര സൂക്ഷ്മമായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് അവരുടെ രാജകീയമായ പ്രൗഢിയും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ നാളത്തേക്ക് വേണ്ടി കരുതി വെച്ച ഒരു കരുതൽ മനോഭാവം അതല്ലേ ഇന്ന് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാണുന്ന ദശലക്ഷക്കണക്കിന് കോടിയുടെ സ്വർണ്ണാഭരണങ്ങളും നിധിയും അവിടെ ഇരുന്നത്. ഒരുപക്ഷെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് മുമ്പ് തിരുവിതാംകൂർ മഹാരാജാവ് ഈ ധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിരുന്നുവെങ്കിൽ ആരറിയാൻ പോകുന്നു? ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റുമായിരുന്നു. എന്തുകൊണ്ട് അവരുടെ കരുതി വെച്ചു? അവിടെ ദർശനം കഴിഞ്ഞിട്ട് കൊട്ടാരത്തിന്റെ അമ്മ മഹാറാണിയും മഹാരാജാവും എല്ലാം പുറത്തു പോകുമ്പോൾ ഇടത് കാലുകൊണ്ട് വലത് കാലിലെ മൺതരിയെ പോലും അവിടെ തൊഴിച്ച് താഴെയിടുമായിരുന്നു. ഒരു മണൽത്തിരി പോലും, ശ്രീപത്മനാഭന്റെ ഒരു മണൽത്തിരി പോലും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള അവരുടെ വിശ്വാസവും കരുതലുമാണ് ഇന്ന് ഈ രീതിയിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അളവറ്റ ധനവും മറ്റ് സമ്പത്തുകളും കുമിഞ്ഞിരിക്കാനുള്ള കാരണം. ഇത് കേരള സർക്കാരാണ് കൈകാര്യം ചെയ്തിരുന്നുവെങ്കിലോ എന്തുകൊണ്ട് 550-600ഓളം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുമുണ്ട്. അവിടെയുള്ള സംസ്ഥാനങ്ങളിലൊന്നും അവിടെയുള്ള നാട്ടുരാജ്യങ്ങളിലെ അമ്പലങ്ങളിലൊന്നും ഇത്രയും സ്വത്തെന്താ ഇല്ലാത്തത്? അപ്പൊ അവിടുത്തെ രാജവംശങ്ങൾ ഇതുപോലുള്ള കരുതൽ കണ്ടിരുന്നില്ല. അവിടെയാണ് തിരുവിതാംകൂർ രാജവംശത്തിന്റെ മേന്മയെ നമ്മൾ അംഗീകരിക്കണം. ഒരുപാട് രാജവംശത്തിനെതിരായിട്ട് അല്ലെങ്കിൽ അന്നത്തെ ഭരണത്തിനെതിരായിട്ട് വിമർശനങ്ങൾ ഉള്ളപ്പോഴും അവരുടെ നല്ല വശത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു തിരുവിതാംകൂർ രാജവംശവുമായി ഉള്ള കവനന്റിനെ നിയമത്തിലൂടെ മാത്രമേ, പാർലമെന്റിന്റെ നിയമനിർമ്മാണത്തിലൂടെ മാത്രമേ ഇനി മാറ്റാൻ സാധിക്കൂ. ഇത് അറിയാതെയാണോ അറിഞ്ഞുകൊണ്ടാണോ ഇവിടുത്തെ ആളുകൾ ചെയ്തെന്നറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഏകപക്ഷീയമായ ഹിന്ദു സംസ്കൃതിക്കെതിരായിട്ടുള്ള ഒരു കടന്നുകയറ്റമായിട്ട് ഇതിനെ കാണേണ്ടിയിരിക്കും.